إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിലെ ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. ജമാഅ എന്ന അറബി പദം
ജുമുഅ എന്ന് പറയുന്നത് കൂട്ടം, ഒരുമിച്ച് കൂടുന്ന ഒരു സംഘം, സമ്മേളനം എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. എന്തുകൊണ്ട് വെള്ളിയാഴ്ച ദിവസക്ക് യൗമുൽ ജുമുഅ എന്ന് പ്രത്യേകമായി പേര് നൽകപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഒരു നാട്ടിലെ മുസ്ലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു പ്രത്യേകമായ സമയവും സന്ദർഭവും നമുക്ക് വെള്ളിയാഴ്ച ദിവസത്തിലുണ്ട് എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊന്നും ലഭിക്കാത്ത ഒരു വലിയ സൗഭാഗ്യത്തെ, വലിയ അനുഗ്രഹത്തെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി നിശ്ചയിച്ചു കൊടുത്തു എന്ന് നമുക്ക് ഹദീസുകളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അളല്ലല്ലാഹു അനിൽ ജുമുഅത്തി മൻ കാന ഖബ്ലന. നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയെല്ലാം ജുമുഅയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ജുമുഅ എന്ന ഒരു അനുഗ്രഹീത ദിവസം അവർക്ക് നൽകിയിട്ടില്ല. ഫകാന ലിൽ യഹൂദി യൗമുസ് സബ്ത്, യഹൂദികൾക്ക് യൗമുസ് സബ്ത് ശനിയാഴ്ച ദിവസമാണെങ്കിൽ വകാന ലിൻ നസാറ, നസാറാക്കൾക്ക് യൗമുൽ അഹദാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫജാ അല്ലാഹു ബിനാ ഫഹദാനല്ലാഹു ലിയൗമിൽ ജുമുഅ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ജുമുഅ എന്ന വെള്ളിയാഴ്ച എന്ന മഹത്തരമായ ഒരു ദിവസം നൽകിക്കൊണ്ട് ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുകയാണ്. ധാരാളം ശ്രേഷ്ഠതകളുള്ള, ഫളലുകളുള്ള ഒരു ദിവസം നൽകി അല്ലാഹു അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്നാണ്. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഖൈറായ ദിവസം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിനം എന്ന് പറയുന്നത്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ, ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം അത് യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്ക് ആവർത്തിച്ചു വരുന്ന ഓരോ വെള്ളിയാഴ്ചകളും നമ്മുടെ ജീവിതത്തിലേക്ക് ആവർത്തിച്ചു വരികയാണ്. ഒരു ചെറിയ ഈദിന്റെ സുദിനമാണ് എന്ന് പോലും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം മുസ്ലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയും പരസ്പരം കാണുകയും പരസ്പരം സംഗമിക്കുകയും ചെയ്യുന്ന ആ പ്രത്യേകമായ ദിവസത്തെ ഒരു ചെറിയ ഈദായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. ചരിത്രപരമായി യൗമുൽ ജുമുഅയുമായി ബന്ധപ്പെട്ട് അതിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ പ്രവാചകൻ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചു. ഫീഹി ഖുലിഖ ആദം, ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് യൗമുൽ ജുമുഅയിലാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദം നബി അലൈഹിസ്സലാമയെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് യൗമുൽ ജുമുഅയിലാണ്. വഫീഹി ഉഖ്രിജ മിൻഹ, ആദം നബി അലൈഹിസ്സലാം പിശാചിന്റെ പ്രേരണയാൽ ആ മരത്തിന്റെ പഴം കഴിച്ച് ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അതേപോലെ ആദം നബി അലൈഹിസ്സലാമയുടെ തൗബ സ്വീകരിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയിലാണ്. വലാ തഖൂമുസ്സാഅ ഇല്ലാ ഫി യൗമിൽ ജുമുഅ. എന്നിട്ട് പ്രവാചകൻ അവസാനം പറഞ്ഞു, ഈ ലോകത്തിന്റെ അന്ത്യനാൾ സംഭവിക്കുന്നത് ഒരു വെള്ളിയാഴ്ചയിലായിരിക്കുമെന്നാണ്. ഏത് വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്കറിയില്ല. അങ്ങനെ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട്, യൗമുൽ ജുമുഅയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി അതിന്റെ ചരിത്രപരമായ സംഭവങ്ങൾ, അതിന്റെ ഫളലുകൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ആവർത്തിച്ചു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, വെള്ളിയാഴ്ച ദിനം ഒരാഴ്ചയിൽ ഏതു സമയം മുതലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക? നമ്മൾ വ്യാഴാഴ്ച രാത്രി എന്ന് പറയുന്ന ആ വ്യാഴാഴ്ചയിലെ മഗ്രിബ് കഴിയുന്നതോടുകൂടെ, അതാണ് നമ്മൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒരു മുന്നൊരുക്കവും ആ ഫളലും മനസ്സിലാക്കി അതിനുവേണ്ടി ഒരുങ്ങാനും അതിനുവേണ്ടി പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണ്? മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആ ജുമായുടെ സമയമാകുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യണത്? അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത്. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. നമ്മൾ വ്യാഴാഴ്ച മഗ്രിബ് എന്ന് പറയുന്ന ആ മഗ്രിബ് കഴിയുന്നതോടുകൂടെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതിൽ ഒരുപാട് സുന്നത്തുകളും അദബുകളും ഒരുപാട് നമുക്ക് സൽക്കർമ്മങ്ങളും പ്രത്യേകമായി അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രൂപത്തിൽ ജുമുഅ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണെന്നാണ്. അതിൽ ആർക്കും ഒഴിവില്ല എന്നാണ്. അതുകൊണ്ടാണ് ജുമുഅയിൽ നിന്ന് ആരെങ്കിലും ഒഴിവാകുന്നുവെങ്കിൽ, ചില ആളുകളെ പറ്റി പ്രവാചകന്റെ അടുക്കലേക്ക് റിപ്പോർട്ട് വന്നു, ഇന്ന ആളുകൾ ജുമുഅയിൽ നിന്നവർ ഒഴിവാകുന്നു എന്ന വിവരം പ്രവാചകൻ കിട്ടി. പ്രവാചകൻ മിമ്പറിലേക്ക് വന്ന് പ്രവാചകൻ വളരെ ഗൗരവത്തിൽ ഉണർത്തി, ചില ആളുകൾ ജുമുഅയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഖതമല്ലാഹു അലാ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
സീല് വെക്കുമെന്നാണ്. അള്ളാഹു സീല് വെച്ചാൽ അവൻ മുനാഫിഖിന്റെ കൽബ് പോലെ അവന്റെ ഹൃദയം ഗഫലത്തിലായി പോകുമെന്നാണ്. ഹൃദയങ്ങളിൽ ഉത്ബോധനങ്ങൾ കയറാതെ അവന്റെ ഹൃദയം അടഞ്ഞു കിടക്കുമെന്നാണ്. ആർക്കാണ്? ജുമുഅയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകൾ. അതീവ ഗൗരവത്തോടെയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിം, പ്രവാചകന്റെ ഹദീസാണ്. എല്ലാ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ജുമുഅ എന്നത് നിർബന്ധമാണ്. ഇല്ലാ അർബഅത്തുൻ, നാല് ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ്. അബ്ദുൻ മംലൂക്ക്, ഉടമപ്പെടുത്തപ്പെട്ട അടിമയാണൊന്ന്. രണ്ട് ഇമ്രത്തുൻ, ഒരു സ്ത്രീക്ക് നിർബന്ധമല്ല, എന്നാൽ അവർക്ക് എന്ത് ചെയ്യാം? അനുവദനീയമാണ്, അതിന്റെ പുണ്യങ്ങൾ അവർക്ക് ലഭിക്കും. മൂന്നാമത്തത് സ്വബിയുൻ, ചെറിയ കുട്ടികളാണ്. മരീലുൻ, രോഗിയാണ്. ഇവർക്കൊക്കെ അതിൽ ഇളവുകളുണ്ട്. എന്നാൽ ബാക്കിയുള്ള എല്ലാ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയിൽ അവർ അറ്റൻഡ് ചെയ്യുക എന്നത് നിർബന്ധമായ കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില സുന്നത്തുകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില മര്യാദകളാണ് ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മനിഗ്തസല യൗമുൽ ജുമുഅ, ഒന്നാമത്തത് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ കുളിക്കുക എന്നതാണ്. അപ്പൊ എന്തിനാണ് അത് പ്രത്യേകമായി നമ്മൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു പ്രത്യേക നീയത്ത് വെക്കുമ്പോൾ അതിന് കൂലിയുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്താണ് ഈ കുളി എന്ന് മനസ്സിലാക്കി സാധാരണ ചെയ്യുന്ന ഒരു പണി ഒരു നീയത്ത് വെക്കുന്നതോടുകൂടെ അത് ഇബാദത്തായി മാറുകയാണ്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. സാധാരണ വ്യാഴാഴ്ച കുളിക്കുന്നുണ്ട്, ശനിയാഴ്ച കുളിക്കുന്നുണ്ട്. പക്ഷെ വെള്ളിയാഴ്ചയിൽ ഒരാൾ കുളിക്കുമ്പോൾ അതെന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ്, അത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അയാൾക്കത് പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. ഒന്നതാണ്, ഇദാ ജാഅ അഹദുകുമുൽ ജുമുഅത ഫല്യഗ്തസിൽ, അവൻ കുളിച്ചു കൊണ്ടുവരട്ടെ എന്നാണ്. രണ്ടാമത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലബിസ മിൻ അഹ്സനി സിയാബിഹി, ഏറ്റവും വൃത്തിയുള്ള വെടുപ്പുള്ള വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം അവൻ ധരിച്ചുകൊണ്ട് വെള്ളിയാഴ്ചയിൽ ഹാജരാകട്ടെ എന്നാണ്. പ്രവാചകന് പ്രത്യേകമായി വെള്ളിയാഴ്ചയിൽ വസ്ത്രമുണ്ടായിരുന്നു. ഫ്രൈഡേയിൽ പ്രവാചകന് വെള്ളിയാഴ്ച ദിവസം ധരിക്കാൻ പ്രത്യേക ഡ്രസ്സ് പ്രവാചകൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രവാചകൻ ആവശ്യപ്പെട്ടതും ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരാൾ കുളിച്ച് അതേപോലെ നല്ല വസ്ത്രം ധരിച്ച് വമസ്സമിൻ തീബിൻ, അതേപോലെ സുഗന്ധം പുരട്ടുക എന്നതുപോലും, ഇതൊക്കെ നമ്മൾ കേവലം ചെയ്യുന്ന ഒരു വെറും പണിയല്ല. ഈ സുന്നത്തുകളിലൂടെ, ഈ ചെയ്തികളിലൂടെ നമുക്ക് ഇബാദത്താണ്. ആ ഇബാദത്തിലൂടെ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. വമസ്സമിൻ തീബിൻ ഇൻ കാന ഇൻദഹു, അവന്റെ അടുക്കൽ സുഗന്ധമുണ്ടെങ്കിൽ അതവന് പുരട്ടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്നൊരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി അയാൾ പുറപ്പെട്ടു വരികയാണ്. സുമ്മ അത്തൽ ജുമുഅത ഫലം യതഖത്ത അനാഖൻ നാസി, ജനങ്ങളുടെ പിരടികൾ ചാടിക്കടക്കാതെ. നേരത്തെ വന്ന ആളുകൾ സൊഫുകളിൽ അണിയാണിയായി ഇരിക്കുന്നുണ്ടാകും. അവസാനം വന്ന ആളുകൾ അവരെ ചാടിക്കടന്ന് പ്രയാസം ഉണ്ടാക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞു. സുമ്മ സ്വല്ല കതബല്ലാഹു ലഹു സുമ്മ അൻസത ഇദാ ഖറജ ഇമാമുഹു ഹത്താ യഫറുഗ മിൻ സ്വലാത്തിഹി. ഇങ്ങനെയൊക്കെ ഈ മര്യാദകളൊക്കെ പാലിച്ച് ഒരാൾ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി എത്തുകയാണെങ്കിലോ അവന്റെ പ്രതിഫലത്തിലാണ്. അവന് കഫാറത്തൻ ലിമാ ബൈനഹ വബൈന ജുമുഅത്തിഹി അല്ലത്തി ഖബ്ലഹ, അവന് ഇന്നത്തെ ജുമയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ ഒരാഴ്ചത്തെ ചെറുപാപങ്ങൾക്കെല്ലാം പരിഹാരമാണ് എന്നാണ്. ഇങ്ങനെ ഒരാൾ ജുമാക്ക് വരികയാണെങ്കിൽ രണ്ട് ജുമാകൾക്കിടയിലുള്ള എല്ലാ ചെറുദോഷങ്ങൾക്കും അത് കഫാറത്താണ്. വഖദ് ജിതനിബത്തിൽ കബായിർ, വൻപാപങ്ങൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതേപോലെ സംസാരിക്കുന്നതിന്റെ ഗൗരവം ഹദീസുകളിൽ കാണാം. ഒരാള് ജുമാന്റെ ഇടയിൽ ഒരാൾ സംസാരിക്കുകയാണ്, അയാളോട് സംസാരിക്കരുത് എന്ന് പറയുന്നത് പോലും വിലക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂ ഹുറൈറ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ഇദാ ഖുൽത ലി സാഹിബിക്, നിന്റെ കൂട്ടുകാരനോട് നീ പറഞ്ഞാൽ അൻസിത്, നീ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ, വൽ ഇമാമു യഖ്തുബ്, ആ സമയത്ത് ഇമാമു ഖുതുബ നടത്തുകയാണ്, അങ്ങനെയാണെങ്കിൽ ഫഖദ് ലഗൗത, നിന്റെ ജുമുഅയുടെ പരിപൂർണമായ പ്രതിഫലത്തെ അത് ബാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നീ ചെയ്തതും തെറ്റു തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതേപോലെ മസ്ജിദുൻ നബവി നമുക്കറിയാം, ഒമൻ മസ്സൽ ഹസ, ആരെങ്കിലും മണലുമായി കളിക്കുകയാണെങ്കിൽ, മണൽ എന്ന പ്രയോഗം ഹദീസിൽ എങ്ങനെ വന്നു? നമ്മളെ ഇന്നത്തെ പള്ളി പോലെ കാർപ്പറ്റും ടൈലുമല്ല പ്രവാചകന്റെ മസ്ജിദുൻ നബവി എന്ന് പറയുന്നത്, മണലാണ്.
അപ്പോൾ കല്ലുകളും ചരൽക്കല്ലുകളും മണലൊക്കെ ഉണ്ടാകും. അപ്പൊ ചില ആളുകളുടെ കൈകൾ അതിലേക്ക് അശ്രദ്ധമായി കടന്നു കയറുന്നു. റസൂലുള്ളാഹി മിമ്പറിൽ നിന്ന് പറഞ്ഞു, ആരെങ്കിലും മണൽ വാരുകയാണെങ്കിൽ അവന്റെ ജുമുഅ അതിന് കോട്ടം സംഭവിക്കുമെന്നാണ്. അതുകൊണ്ട് ഈ ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ജുമുഅ ഖുതുബ ശ്രദ്ധിക്കുക എന്നത് മറ്റു ക്ലാസ്സുകൾ പോലെയല്ല, അതൊരു ഇബാദത്താണ്. അത് പ്രത്യേകമായി ഗൗരവത്തിൽ കാണണം. അതിൽ മൊബൈലുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് കാര്യങ്ങളിലോ ഒരാൾ അശ്രദ്ധമായി പോയാൽ അയാളുടെ ജുമുഅയുടെ പരിപൂർണമായ പ്രതിഫലത്തെ ബാധിക്കും. എത്ര വരെ ചർച്ചയുണ്ട്, ളുഹുറിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടൂ എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുടെ ചർച്ചകൾ പോലും കാണാൻ പറ്റും. അത്രയധികം ജുമുഅയുടെ ആ ടൈം ടു ടൈം അത് പ്രത്യേകമായി ഫളലു നൽകപ്പെട്ട, പ്രത്യേകമായി ശ്രേഷ്ഠത നൽകപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് നേരത്തെ പോവുക എന്നത്. ജുമുഅയിലേക്ക് നമ്മൾ നേരത്തെ എത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള വലിയ പ്രതിഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിശ്ചയിച്ചു. എന്താണ് പ്രതിഫലം? മനിഗ്തസല യൗമുൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ, ജനാബത്ത് കുളിക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും നനയുന്ന, മുടിയുടെ ഉള്ളിൽ പോലും അവിടെ നനവ് വരുന്ന രൂപത്തിൽ എല്ലാ ഭാഗവും കൃത്യമായി ശുദ്ധീകരിച്ച് കുളിച്ച് ആരെങ്കിലും ജുമുഅക്ക് വന്നു, സുമ്മ റാഹ ഫി സാഅത്തിൽ ഊല, അവൻ ആദ്യ സമയത്തു തന്നെ ആരെങ്കിലും എത്തിയാലോ അവനുള്ള പ്രതിഫലത്തില ഫകഅന്നമാ ഖറബ ബദന, ഒരു ഒട്ടകത്തെ അറുത്ത് അത് ദാനം ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് വരുന്ന വ്യക്തിക്കല്ല ഈ പ്രതിഫലം. ഒരാൾ 12 മണിക്കാണ് വന്നത്, അയാളാണ് ഈ പള്ളിയിലെ ഒന്നാമത്തെ ആള്, അയാൾക്കല്ല ഈ ഈ ഖറബ ബദന ഒട്ടകത്തെ അറുത്ത കൂലി കിട്ടുന്നത്. മറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് സുബഹി മുതൽ നമ്മൾ ജുമുഅ തുടങ്ങുന്ന സമയം വരെ അതിനെ 5 പാർട്ടുകളാക്കുക. കാരണം 5 പ്രതിഫലങ്ങളാണ് ഹദീസുകൾ റസൂല പറയുന്നത്. അതിൽ ഒന്നാമത്തെ സമയമാണ്. ആ സമയം എവിടെയാണ്? സുബഹി കഴിഞ്ഞുള്ള ഒന്നാമത്തെ സമയമാണ്. ആ സമയത്ത് പള്ളിയിലെത്തിയ ആളുകൾ, അപ്പൊ നമുക്കൊന്നും ആ സമയത്തൊക്കെ ആരെങ്കിലും എത്തുമോ? സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രം പറയുന്നത് മദീനയിൽ സുബഹി കഴിഞ്ഞ് അവരുടെ അങ്ങാടികളിൽ ജനനിബിഡമായിരുന്നു, ജുമുഅക്ക് വേണ്ടിയുള്ള അവരുടെ യാത്രകളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സമയം, രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്ന ആൾക്ക് എന്താ? വമൻ റാഹ ഫി സാഅത്തി സാനിയ, രണ്ടാമത്തെ സമയത്ത് ജുമുഅക്ക് വരുന്ന ആളുകൾക്ക് എന്താ? ഫകഅന്നമാ ഖറബ ബഖറ, ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. വമൻ റാഹ ഫി സാഅത്തി സാലിസ, മൂന്നാമത്തെ സമയത്ത് ആരെങ്കിലും പള്ളിയിലേക്ക് എത്തിയാൽ വരുന്നവർക്കോ ഫകഅന്നമാ ഖറബ കബ്ശൻ അഖറൻ, തടിച്ചു കൊടുത്ത ഒരാടിനെ അവൻ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. വമൻ റാഹ ഫി സാഅത്തി റാബിഅ, നാലാമത്തെ സമയത്താണ് അവൻ എത്തുന്നതെങ്കിലോ ഫകഅന്നമാ ഖറബ ദജാജ, അവനൊരു കോഴിയെ അറുത്ത് അത് ദാനം ചെയ്തവന്റെ പ്രതിഫലമാണ്. വമൻ റാഹ ഫി സാഅത്തിൽ ഖാമിസ, അവൻ 5ാമത്തെ സമയമാണ്. അതാണ് നമ്മുടെ അവസാനത്തെ സമയം. ജുമുഅയിലേക്ക് മുട്ടുന്ന, നമ്മൾ 12:45 തുടങ്ങുക, ആ സമയത്തിലേക്ക് അവസാനത്തെ ആ പാർട്ടിലെത്തുന്ന ആളുകൾക്ക് കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലമാണ്. ഇനി അടുത്ത നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇതിലൊന്നും പെടാതെ ഇമാമ് മിമ്പറിലേക്ക് കയറിയതിന് ശേഷം വന്ന ആളുകൾ ഏത് റെക്കോർഡിലാണ് അവരുള്ളത്? അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ ബാക്കി എന്താ? യഖുദുൽ മലായികത്തു യൗമുൽ ജുമുഅത്തി അലാ അബ്വാബിൽ മസ്ജിദ്, ഈ വരുന്ന ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്താൻ പള്ളികളുടെ വാതിലുകളിൽ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ അവരുടെ റെക്കോർഡുകളിൽ ഈ പേരുകൾ ഇന്ന ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. എന്നിട്ടോ അവിടെ യക്തുബൂനന്നാസ് ഫൈദാ ഖറജൽ ഇമാം, ഇമാം മിമ്പറിലേക്ക് പുറപ്പെട്ടാൽ തുവിയത്തി സുഹുഫ്, ഈ മലക്കുകൾ അവരുടെ ഏടുകൾ, സുഹുഫുകൾ, റെക്കോർഡുകൾ അടച്ചു വെക്കും, ചുരുട്ടി വെക്കും. എന്നിട്ടോ യസ്തമിഊന ദിക്ർ, അവർ സുഹുഫുകളിൽ അണിയണിയായിരുന്ന് ഇമാമിന്റെ ഖുതുബയെ മലായിക്കത്തുകൾ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് എന്തു മനസ്സിലായി? ബാങ്ക് കൊടുത്തിട്ടു അതല്ലെങ്കിൽ ഇമാമ മിമ്പറിലേക്ക് കയറിയതിന് ശേഷം വന്നവർ ഈ റെക്കോർഡുകളിൽ അവരുടെ പേരുകളില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ വരിക എന്നത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ഇനി മാക്സിമം പോയാൽ ഇമാമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് ജുമുഅക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായി അറ്റൻഡ് ചെയ്യണം എന്നാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ ജുമുഅയിൽ പ്രത്യേകമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ പ്രത്യേക സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹദീസ് എന്താ? മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണ്, അപ്പോ ജുമുഅ ദിവസം അലാ അലഹു മിൻ നൂരിൻ മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅകൾക്കിടയിൽ ഒരു വലിയ പ്രകാശത്തെ അള്ളാഹു അയാൾക്ക് നൽകുന്നതാണ്. അൽ കഹ്ഫ് സൂറത്ത്
18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് പരിപൂർണമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഒരു വലിയ പ്രകാശത്തെ അള്ളാഹു നൽകി. ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വലിയ ബറക്കത്ത് അവന്റെ ജീവിതത്തിൽ അള്ളാഹു ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ എത്ര ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? നേരത്തെ എത്തുക എന്ന സുന്നത്ത് നമ്മൾ എത്ര ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്? അതുകൊണ്ട് തന്നെ ജുമാ മറ്റുള്ള ഏതെങ്കിലും ഒരു ആരാധന പോലെയല്ല, വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട വിഷയമാണ്. അതേപോലെ പള്ളിയിലേക്ക് കയറിയ ഉടനെ പ്രവാചകൻ മിമ്പറിൽ നിന്ന് തന്നെ പഠിപ്പിച്ച ഒരു വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് ഒരാൾ വന്നു. അയാൾ എന്ത് ചെയ്തു? പള്ളിയിൽ അവിടെ ഇരുന്നു, നമസ്കരിക്കാതെ, തഹിയ്യത്ത് നമസ്കരിക്കാതെ അവിടെ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അസ്വല്ലൈത, താങ്കൾ നമസ്കരിച്ചോ? അയാൾ പറഞ്ഞു, ആ സ്വഹാബി പറഞ്ഞു, നമസ്കരിച്ചില്ല. സുലൈഖുൽ ഗത്ഫാൻ എന്ന് പറയുന്ന, അവിടെ നമുക്ക് സംശയം വരേണ്ടതില്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് ആദ്യ സമയങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. സ്വഹാബികൾ തഹിയ്യത്ത് നമസ്കരിക്കാത്തവരല്ല, പ്രവാചകൻ തർബിയത്ത് കൊടുക്കുകയാണ്. ആദ്യ സമയത്തു തന്നെ വന്ന സ്വഹാബികൾക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ. അങ്ങനെ റസൂല പറഞ്ഞു, കും, പിന്നെ നീ നിൽക്കുക, എന്നിട്ട് നമസ്കരിക്കുക, എന്നിട്ട് നീ ഇരിക്കുക. അങ്ങനെ ആ സ്വഹാബി എന്ത് ചെയ്തു? എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, ഇരിക്കുന്നു. അങ്ങനെ പള്ളിയിലേക്ക് കയറിയ ഉടനെ ആ തഹിയ്യത്തു നമസ്കരിക്കുന്നതിനെ പറ്റി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അവിടെ പഠിപ്പിച്ചു കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച പല്ലു തേക്കൽ പ്രത്യേകമായി സുന്നത്തായി നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന ഹാദാ യൗമു ഈദിൻ, തീർച്ചയായും ഇത് മുസ്ലിമീങ്ങളുടെ ഈദിന്റെ ആഘോഷത്തിന്റെ ദിവസമാണ്. ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ദിനം. ഫമൻ ജാഅ ഇലൽ ജുമുഅത്തി ഫല്യഗ്തസിൽ വഇൻ കാന തീബുൻ ഫല്യമസ്സ മിൻഹു വഅലൈക്കും ബിസ്സിവാക്, അവൻ എന്ത് ചെയ്യണേ? അവൻ മിസ്വാക്ക് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ്. ജുമാക്ക് വരുമ്പോ പ്രത്യേകമായി പല്ലു തേച്ച് ശുദ്ധീകരിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? ജുമാക്ക് വരേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. അതേപോലെ വെള്ളിയാഴ്ച ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ പ്രത്യേകമായി ഹദീസുകളിൽ നമുക്ക് കാണാം. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, അതെ, യൗമുൽ ജുമുഅയാണ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ദിനം. എന്നിട്ട് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ, ഈ വെള്ളിയാഴ്ച ദിനത്തിൽ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞാണ്, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അത് ഏത് സമയത്തും സ്വലാത്തുകൾ, വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായി സ്വലാത്തിനെ അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പ്രത്യേകമായി എന്ത് ചെയ്തു? പഠിപ്പിച്ചു. അതേപോലെ തന്നെ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേകമായ സമയം, അവിടെ നമുക്ക് സ്വലാത്ത് പല രൂപത്തിലുണ്ട്. ഇബ്രാഹിമി സ്വലാത്ത് നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ദുആ, എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്ത്, അതല്ലെങ്കിൽ അതിന്റെ ചെറിയ രൂപത്തിൽ, ഏത് രൂപത്തിലാണ് ആ രൂപത്തിൽ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം. അതേപോലെ വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേകമായ ഓഫർ വിശ്വാസികൾക്കുണ്ട്, പ്രാർത്ഥനകൾക്ക് അധികരിപ്പിക്കുക എന്നതാണ്. അതിലൊരു പ്രത്യേകമായ സമയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ്? ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅതൻ, വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട്. ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹു ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ആ സമയത്ത് ആരുടെയെങ്കിലും നമസ്കാരവും പ്രാർത്ഥനയും അവിടെ ഒന്നിച്ചു ചേരുകയാണെങ്കിൽ അവന്റെ ദുആയിന് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ല. എന്നാൽ ഏതാണ് ആ സമയം? ആ സമയം കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. കാരണം വെള്ളിയാഴ്ചയിൽ കൂടുതൽ ദുആകൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. ലൈലത്തുൽ ഖദർ അറിയിക്കപ്പെടാത്തതുപോലെ വെള്ളിയാഴ്ചയിലെ ആ ഗോൾഡൻ ചാൻസ് എവിടെയാണ് എന്ന് എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ചയിൽ കൂടുതൽ ദിക്റുകൾക്ക്, ദുആകൾക്ക്, സ്വദഖകൾക്ക്, ഖുർആൻ പാരായണങ്ങൾക്കൊക്കെ മറ്റു ദിവസങ്ങളെക്കാൾ, കാരണം ഇത് ആഴ്ചയിൽ ആവർത്തിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യണം? പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ എങ്ങനെയാണ് സ്വഫുകൾ ഇരിക്കേണ്ടത്? ഇമാമിനോട് ഏറ്റവും അടുത്ത സ്ഥലത്തിനായി ശ്രമിക്കുക എന്ന് ഹദീസ് കാണാം. ഇഹ്ലുർ ദിക്ർ വദ്നൂ മിനൽ ഇമാം, നിങ്ങൾ ജുമാക്ക് ഹാജരാകണം, ഇമാമിനോട് അടുത്തിരിക്കണം എന്ന് ഹദീസിൽ കാണാം. ഒന്നുകിൽ ഇമാം നിൽക്കുന്നതിന്റെ തൊട്ടുപിറകിൽ അതിന്റെ വലതുഭാഗത്ത്, വലത് പൂർത്തിയായാൽ ഇടതുഭാഗത്ത് ഒരു സ്വഫ് പൂർത്തിയായാൽ രണ്ടാമത്തെ സ്വഫ്, പിന്നെ ബേക്കിലെ സ്വഫ്, പിന്നെ ബേക്കിലെ സ്വഫ്. പ്രവാചകൻ പറഞ്ഞു, ഫൈനർ റജുല ലാ യസാലു യതബാഅദു ഹത്താ യുഅഖറു ഫിൽ ജന്നതി വൈൻ ദഖലഹാ, വിദൂരത്ത് പോയിരിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്തിക്കപ്പെടാൻ അത് മതി.
എന്ന സ്വഹീഹായ ഹദീസുകൾ നമുക്കതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഉറക്കം വന്നാൽ സ്ഥലം മാറുക. ഇദാ നഅസ അഹദുക്കും വഹുവ ഫിൽ മസ്ജിദി ഫല്യതഹവ്വൽ മിൻ മജ്ലിസി ദാലിക ഗൈരിഹി. അവൻ എന്ത് ചെയ്യുക, ഇരുന്ന സ്ഥലത്തല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് അവൻ എന്ത് ചെയ്യണം, മാറിയിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ മുട്ടുകെട്ടി ഇരിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഖബ്വതി വൽ ഇമാമു യഖ്തുബ്. മുട്ടുകെട്ടി ഇങ്ങനെ ഇരിക്കുന്നതിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്നതാണ്. വെള്ളിയാഴ്ചയുടെ ഫജ്റിന് പോലും ഹദീസിൽ ഫള് കാണാൻ കഴിയും. അഫ്ളലു സ്വലാത്തി ഇൻദല്ലാഹി സ്വലാത്തു സുബ്ഹി യൗമുൽ ജുമുഅത്തി ഫീ ജമാഅത്തിൻ. ഏറ്റവും അഫ്ളലായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ വെള്ളിയാഴ്ചയുടെ ഫളലും മഹത്വവും മനസ്സിലാക്കി അതിലെ ആ നന്മകൾ, ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് വെള്ളിയാഴ്ച കാരണമാകേണ്ടതുണ്ട്. അത് വെള്ളിയാഴ്ചയിലല്ല, മറിച്ച് വ്യാഴാഴ്ച ഒരു മഗ്രിബ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ആദത്തായി നമ്മുടെ ജീവിതത്തിലേക്ക് ആ നന്മകൾ കടന്നു വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകന്റെ ആ സുന്നത്തുകളെ, മര്യാദകളെ, അദബുകളെ ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അറഫ ദിനം പോലെ ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, ബലിയുടെ ദിനം എന്ന് നമ്മൾ പറയുന്ന ദിവസം. സ്വഹീഹായ ഹദീസുകളിൽ ദുൽഹിജ്ജ 10ന്റെ പ്രതിഫലം പറയുന്ന ഹദീസുകൾ കാണാം. ഇന്ന അഅലമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം യൗമുൻ നഹറാണ്. അതായത് ദുൽഹിജ്ജ 10ന്റെ ബലിയുടെ ദിനമാണ്. സുമ്മ യൗമുൽ ഖർറ്, പിന്നെ യൗമുൽ ഖർറാണ്. യൗമുൽ ഖർറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ 11ന്റെ ദിനമാണ്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാൾ ദിവസവും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സുന്നത്തുകൾ, മര്യാദകൾ അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ തക്ബീർ നമ്മൾ മുഴക്കേണ്ട സമയത്തുകൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എപ്പോഴാണ് നമ്മൾ തക്ബീറുകൾ മുഴക്കേണ്ടത്? തക്ബീറുകൾ ആവർത്തിച്ചു മുഴക്കേണ്ട, ഉച്ചത്തിൽ ചൊല്ലൽ സുന്നത്താണ്. സഹാബികളൊക്കെ അങ്ങനെ അങ്ങാടികളിലും പള്ളികളിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ അവർ ഉച്ചത്തിൽ തക്ബീറുകൾ മുഴക്കിയിരുന്നു എന്ന് നമുക്ക് കാണാം. എപ്പോഴാണ് തക്ബീർ ആരംഭിക്കേണ്ടത്? ഏതുവരെ ഈ സമയത്ത് തക്ബീർ നമുക്ക് ചൊല്ലാം? പണ്ഡിതന്മാർ ഹദീസുകളെ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. യുശ്റഉ തക്ബീറു മിൻ ഫജ്രി യൗമി അറഫ. യൗമു അറഫയുടെ സുബഹി മുതൽ ഇലാ അസ്രി ആഖിരി അയ്യാമി തശ്രീഖ്. അയ്യാമു തശ്രീഖിന്റെ അവസാന ദിവസത്തെ അസർ വരെ നമുക്ക് എന്ത് ചെയ്യാം? തക്ബീർ മുഴക്കാമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 13ന്റെ അസർ വരെ നമ്മൾ എന്ത് ചെയ്യണം? തക്ബീറുകൾ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ ചൊല്ലൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതേപോലെ സൂറത്തുൽ ബഖറയിലെ 203-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. ചില എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൂടുതലായി നമുക്ക് എന്ത് ചെയ്യണം? തക്ബീറുകൾ നമുക്ക് മസ്ജിദുകളിൽ നമസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഉറക്കെ തക്ബീറുകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത് ദബ്ഹുൽ ഉളുഹിയ്യ. ഉളുഹിയ്യത്തിന്റെ അറവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വഖ്തു ദബ്ഹി 4 അയ്യാം. അറവിന്റെ സമയം എന്ന് പറയുന്നത് അത് 4 ദിവസങ്ങളാണ്. 4 ദിവസങ്ങളാണ്. കുല്ലു അയ്യാമു തശ്രീഖി ദബ്ഹുൻ. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളെല്ലാം അറവ് നടത്തൽ അനുവദനീയമാണ്, അതിനൊക്കെ സാധിക്കുന്നതാണ്. എന്നാൽ അതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ബലിയുടെ ദിനം എന്നു നാമകരണം ചെയ്യപ്പെട്ട ദുൽഹിജ്ജ 10ന്റെ ദിവസം തന്നെയാണ്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. കാരണം ഈദ് മുസല്ലയിൽ നിന്ന് പിരിഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് ഹദീസുകളിൽ കാണാം. സഹാബികൾ പറയാണ്, സല്ലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൻ നഹർ.
യൗമുൻ നഹറിന്റെ ദുൽഹിജ്ജ 10 ദിവസം പ്രവാചകൻ പെരുന്നാൾ നമസ്കരിച്ചു. എന്നിട്ടോ സുമ്മ ഖത്തബ, പിന്നീട് പ്രവാചകൻ ഖുതുബ നടത്തി. സുമ്മ ദബഹ, പിന്നീട് പ്രവാചകൻ അറവ് നടത്തി. ഇത് രണ്ടും മൂന്നും ഇങ്ങനെ ഒന്നിച്ചു ചേർന്നതുപോലെയാണ് ഹദീസിലെ പ്രയോഗങ്ങൾ. ആദ്യം നിസ്കരിച്ചു, പിന്നെ ഖുതുബ നടത്തി, പിന്നെ പ്രവാചകൻ ഉടനെ അധികം വൈകിപ്പിക്കാതെ തന്നെ അറവ് നടത്തുകയും അതിൽ നിന്ന് പ്രവാചകൻ ഭക്ഷിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ അറക്കുന്ന ഉളുഹിയ്യത്തിൽ നിന്ന്, അതാണ് അൽ അക്ലു മിനൽ ഉളുഹിയ്യ, ഉളുഹിയ്യത്തിൽ നിന്ന് പ്രത്യേകമായി നമ്മളിപ്പോൾ ഷെയർ കൂടിയിട്ടുണ്ടാകും, അതിൽ നിന്ന് അല്പം നമ്മൾ ഭക്ഷിക്കുക എന്നത് സുന്നത്താണ്. കാരണം ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. അതേപോലെ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ദരിദ്രർക്ക് മിസ്കീന്മാർക്ക് അങ്ങനെയുള്ള കുടുംബക്കാർക്കൊക്കെ നിങ്ങൾ വിതരണം ചെയ്യുക എന്ന്. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുക എന്നത് പ്രത്യേകമായി സുന്നത്തായി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അറവ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ, ഇസ്ലാമിന്റെ വിശാലതയും കാരുണ്യവും, ഒരു മൃഗത്തോട് പോലും കാണിക്കുന്ന കാരുണ്യത്തെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കത്തിമൂർച്ച കൂട്ടണം, മറ്റൊരു കാണാൻ പാടില്ല, അതല്ലെങ്കിൽ ആ രൂപത്തിൽ കുറെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൽ ഇഗ്തിസാൽ, കുളിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുളിക്കുക എന്നത് പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രത്യേകം റസൂലുള്ള പഠിപ്പിച്ചു. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ആ നിയ്യത്തോടു കൂടെയാണ് ആ സംഗതി നിർവഹിക്കേണ്ടത്. പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കണം, ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, സുഗന്ധം പൂശിയാണ്. ഉണ്ടെങ്കിൽ എന്ന് പറയാൻ ഓരോരുത്തരുടെയും അവസ്ഥകൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്ക് സുഗന്ധം പൂശൽ ഹറാമാണ്. അതേപോലെ വലുബുസി അഹ്സനി സിയാബിഹി, ഏറ്റവും നല്ല വസ്ത്രം പുതിയതുണ്ടെങ്കിൽ പുതിയതു തന്നെ ഒരാൾ വാങ്ങി ധരിക്കണം. ഇനി പുതിയത് വാങ്ങാൻ പറ്റാത്തവന് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അയാൾ പെരുന്നാൾ സുദിനത്തിൽ നമസ്കാരത്തിന് ഹാജരാവേണ്ടത്. അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ബിദൂനി ഇസ്റാഫിൻ, ഒരു ഇസ്റാഫ് ഉണ്ടാകാൻ പാടില്ല. വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒന്നും ഇസ്റാഫ് ഉണ്ടാകരുത്. വലാ ഇസ്ബാലിൻ, നമ്മുടെ പുതുവസ്ത്രം അത് ഇസ്ലാമികമായ രൂപത്തിലായിരിക്കണം. വലാ ഇസ്ബാലിൽ, നിലത്ത് നെരിയാണിക്കുതാരെ വലിച്ചിഴക്കുന്ന രൂപത്തിലാകരുത്, ഇസ്റാഫ് ഉണ്ടാകരുത്, ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വലാ ഹൽഖ ലിഹിയത്തിൻ, അവന്റെ താടി വടിക്കുക പോലെയുള്ള ഹറാമുകൾ ചെയ്തുകൊണ്ടല്ല പെരുന്നാളിന് വരേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഹറാമായ രൂപം നമുക്കൊരിക്കലും പെരുന്നാളിന്റെ സുദിനത്തിൽ പോലും വസ്ത്രത്തിന്റെയും മറ്റൊരു കാര്യത്തിലും നമുക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വിലക്കുകൾ, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്കും എന്ത് ചെയ്യാം, ഈദിന് വരാം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ഹദീസുകളിൽ കാണാം, ഇമാം ബുഖാരി 1652 ഹദീസ്, വന്നിസാഉ യശ്ഹദിന അൽ ഈദ മഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഒപ്പം ഈദ് ആഘോഷിക്കാൻ പ്രവാചകന കാലഘട്ടത്തിൽ സ്ത്രീകൾ അവർ സന്നിഹിതരായിരുന്നു, ഹാജരായിരുന്നു. ഹത്തൽ ഹുയ്യദ, ഹൈലുകാരികൾ വരെ ഹാജരായിരുന്നു. വൽ അവാത്തിഖ്, അതേപോലെ ബാലികമാർ ഹാജരായിരുന്നു. വയഅ്തസിലുൽ ഹുയ്യദ അൽ മുസല്ല, അവർ മുസല്ലയിൽ നിന്ന് ആ സമയത്ത് അവർ മാറി നിൽക്കുക. മുസ്ലിമീങ്ങളുടെ പൊതു ആഘോഷത്തിൽ അവർ ഭാഗവാക്കാകുന്നു. അവിടുത്തെ ദുആകൾക്ക് അവർക്ക് ചേരാൻ കഴിയുന്നു. അത് പള്ളിയിലാണെങ്കിലും എന്ത് ചെയ്യാം, അവർക്ക് പള്ളിയുടെ പുറത്തായി ആ മുസ്ലിമീങ്ങൾ സംഗമിക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് കൂടി അവിടെ പ്രത്യേകമായി വരാൻ ഉള്ള നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ പെരുന്നാൾ നമസ്കാരം എവിടെ വെച്ചാണ് നിർവഹിക്കപ്പെടേണ്ടത്? പള്ളിയിലല്ല, മറിച്ച് ഈദുഗാഹുകളിൽ, മുസല്ലകളിലാണ് നിർവഹിക്കപ്പെടേണ്ടത്. പ്രവാചകന്റെ മാതൃക അതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് പള്ളിയിലേക്ക് എന്ത് ചെയ്യാം, പെരുന്നാൾ നമസ്കാരം നമുക്ക് മാറ്റാവുന്നതാണ്. കാരണം മഴയുടെ ആ സീസണിലൊക്കെ പെട്ടെന്ന് മഴ പെയ്യാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പള്ളിയിൽ ആ നമസ്കാരം ക്രമീകരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈദുൽ അദ്ഹക്ക് പ്രവാചകൻ പോയിരുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കഴിക്കാതെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കാതെയാണ് പ്രവാചകൻ ഈദുൽ അദ്ഹക്ക് ബലിപെരുന്നാളിന് പ്രവാചകൻ പോയിരുന്നത്. എന്നാൽ ഈദുൽ ഫിത്തറിന് വല്ലതും കഴിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈദ് മുസല്ലയിലേക്ക് പോയത്. നേരത്തെ എത്തുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പെരുന്നാൾ നമസ്കാരം നാളെ നിശ്ചയിച്ചിരിക്കുന്നത് 7:30-നാണ്. 7:30 എന്ന് പറയുമ്പോൾ നമ്മൾ 7:30 കണക്ക് കൂട്ടിയാൽ നമ്മൾ 7:30 കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുക. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു 1/4 മണിക്കൂർ നേരത്തെങ്കിലും ഇവിടെ എത്തി നമ്മൾ തക്ബീറുകൾ മുഴക്കാനും പിന്നീട് നമസ്കാരത്തിലേക്ക് ചേരാനും ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരുങ്ങി നേരത്തെ വരണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ പറ്റാവുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, നടന്നു പോകൽ പ്രത്യേകം സുന്നത്താണ്.
അവിടെ ഇനി ദൂരത്തൊക്കെ ഉള്ള ആളുകളാണ്, വാഹനത്തിലാണെങ്കിലും ചില സുന്നത്തുകളെ ആ രൂപത്തിൽ തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ വണ്ടി അല്പം ദൂരെ വെച്ചാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ഈ സുന്നത്തു നേടാനായി അവർക്ക് എന്ത് ചെയ്യാം, നടന്ന് അവർക്ക് പള്ളിയിലേക്ക് മുസല്ലകളിലേക്ക് എന്ത് ചെയ്യാം, വരാം എന്നുള്ളതാണ്. അതേപോലെ മുഖാലിഫത്തു ത്വരീഖ്, വരുന്ന വഴിയും പോകുന്ന വഴിയും വ്യത്യസ്തമാക്കുക. ഇതൊക്കെ പ്രവാചകന്റെ സുന്നത്താണ്. ഇമാം ബുഖാരി 956 ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന വഴി പിന്നെ വേറെ, പോകുന്ന വഴി വേറെ. ഇതിന്റെ ഹിക്മത്ത് എന്താണ്? കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 2 വഴികൾ ഒരാൾക്കുണ്ട്. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് ആളുകളെ കാണുന്നു, സലാം പറയുന്നു, ഈദാശംസകൾ കൈമാറുന്നു. പോകുന്ന വഴിയിൽ വേറെ ചില ആളുകളെ കാണുന്നു. ഈ രൂപത്തിലൊക്കെ അതിലുള്ള ഖൈറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈദ് നമസ്കാരം, ഈദ് ദിനത്തിൽ ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ആശംസകൾ, പെരുന്നാൾ ആശംസകൾ കൈമാറണം. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. നമ്മൾ ഇസ്ലാമിൽ ഒരു ആഘോഷത്തിന് പോലും അവിടെ പ്രാർത്ഥനയുടെ സ്വരമാണ്. നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും അള്ളാഹു ഇതെല്ലാം നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ എന്നാണ്. നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ പോലും ഇബാദത്തിൽ ബന്ധിക്കപ്പെട്ടതാണ്. ഒരു മാസത്തെ നോമ്പ് കഴിഞ്ഞാണ് ചെറിയ പെരുന്നാൾ. അതേപോലെ ദുൽഹിജ്ജയും അതിലെ സൽക്കർമ്മങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ടാണ് ബലി പെരുന്നാൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് പെരുന്നാൾ ആശംസകൾ കൈമാറണം. എന്നാൽ അവിടെ ഹറാമുകൾ ഉണ്ടാകരുത്. നമുക്ക് പാട്ടുപാടാം, സന്തോഷിക്കാം, യാത്രകൾ പോകാം. അവിടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുള്ള ഗാനങ്ങൾ, ഫിലിമുകൾ, അതേപോലെയുള്ള ഹറാമായ വിനോദങ്ങൾ, ദൂർത്തടിക്കലുകൾ, സമ്പത്തിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെയുള്ള ദൂർത്തുകൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ദൂർത്തടിക്കരുത്, ഇസ്രാഫ് നടത്തരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹു ഒരിക്കലും ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും നമ്മൾ മിതത്വം കാണിക്കണം. അതേപോലെ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായി സന്ദർശനങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടതുണ്ട്. വസിയാറത്തുൽ അഖാരിബ്, കുടുംബ ബന്ധങ്ങളിലുള്ളവർക്ക് അവരെ സന്ദർശിക്കുക, കുടുംബ വീടുകളിൽ സന്ദർശിക്കുക. അവിടെ പിന്നെ അതേപോലെ തന്നെ രോഗികളായ ആളുകളെ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുക, പാവങ്ങളായ ആളുകളെ പ്രത്യേകമായി പരിഗണിക്കുക. ഈ നിലക്ക് ചിലപ്പോൾ എത്താൻ കഴിയാത്ത ദൂരങ്ങളിലുള്ള പിന്നെ കുടുംബക്കാരുണ്ട്. അവരുടെ നമുക്കിന്ന് പുതിയ സംവിധാനങ്ങളുണ്ട്, വീഡിയോ കോൾ വഴിയോ ഫോൺ ചെയ്തൊക്കെ എന്ത് ചെയ്യാം, ആ ബന്ധങ്ങൾ പുതുക്കുക. ആ രൂപത്തിൽ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായും. ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ, എല്ലാ ജനവിഭാഗങ്ങൾക്കും ആഘോഷങ്ങളുണ്ട്. എന്നാൽ ഹാദാ ഈദുന, ഇത് നമ്മുടെ ആഘോഷത്തിന്റെ ദിനമാണ്, ആഘോഷിക്കാൻ പ്രവാചകൻ പറഞ്ഞതാണ്. ആ ആഘോഷം പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഘോഷിക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെറുപ്പും ദേഷ്യവും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഏറ്റവും പവിത്രമായ ദിനമാണ് പെരുന്നാളിന്റെ ദിനം. അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം നന്നാക്കി മനസ്സ് ശുദ്ധമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിച്ച ഈ സുന്നത്തുകളെ, ഈ അദബുകളെ എല്ലാം ജീവിതത്തിൽ കൊണ്ടുവരുന്ന, ജീവിതത്തിൽ അതെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വസിയ്യത്ത് ചെയ്ത പല ആളുകളുമുണ്ട്, നേരിട്ട് വിളിച്ചു പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പള്ളി, നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടു, നമ്മുടെ അവിടുത്തെ പിന്നെ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ഒരു സഹോദരൻ, അടിയൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അയ്യൂബ് സാഹിബ്, അദ്ദേഹം പെട്ടെന്നുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന്റെ സർജറി ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശമനം, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കടവത്തൂരിൽ ഒരു കുട്ടി പിന്നെ ഇന്നലെ വൈകുന്നേരം പുഴയിൽ മുങ്ങി മരിച്ചിരിക്കുകയാണ്. അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട പല സഹോദരങ്ങളുമുണ്ട്. മീത്തലെ ചപ്പാട് PM മുക്കിലെ ജാഫർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഉദരസംബന്ധമായ ഒരു അസുഖം കാരണം അദ്ദേഹം പ്രയാസപ്പെടുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് എളുപ്പത്തിൽ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഗൾഫിലുള്ള നമുക്ക് സാമ്പത്തികമായി സഹകരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ചില പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിച്ച് അദ്ദേഹത്തിന് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ രോഗികളായ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്തൊരു ഭാഗത്ത് സ്വർഗത്തിൽ
സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു ഇനി ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന അല്ലാഹുമ്മ അജർനാ മിനൻ നാർ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.